ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയൽ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ ആണെങ്കിൽ മനോഹർ അങ്ങനെ പരോളിൽ ഇറങ്ങിയിട്ട് മനോഹർ പുറത്തിറങ്ങുമ്പോഴേക്ക് സരയും മനോഹരനെയും കാത്ത് ജയിലിനെ പുറത്ത് കാത്തു നിൽക്കണ്ടാവും കേട്ടോ. സരയുവിനെ കാണുമ്പോൾ മനോഹരന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം തന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് തന്നെ കൂട്ടിക്കൊണ്ടോ പോവാൻ വേണ്ടിയിട്ട് സരയു തന്നെ വന്നല്ലോ എന്നാണ് സന്തോഷമാണ് മനോഹരന്. അങ്ങനെ മനോഹർ സരയുവിന്റെ കൂടെ വണ്ടിയിലേക്ക് കയറാട്ടോ. സരയുവിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ആദ്യം എങ്ങോട്ടേക്കാ പോണത് എന്ന് ചോദിക്കുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, ആദ്യം അമ്മേനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിനുശേഷം ഇപ്പൊ എന്റെ അമ്മയുണ്ടല്ലോ താര അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് അതിനുശേഷം നമുക്ക് രൂപാന്റിയുടെ ചന്ദ്രസേന്റെ അങ്കിളുടെ വീട്ടിലേക്ക് പോയാൽ പോരെ? ആ മതി. എന്നാലും ഷാരി ആന്റിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് സരയു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഷാരി ആന്റിക്ക്? കുഴപ്പമൊന്നുമില്ല. കുത്തിയ ആൾക്ക് നല്ല ഉന്നം ഉണ്ടായിരുന്നു, അത് വയറ്റിട്ട് തന്നെയാ കുത്തിയത്. പക്ഷെ ദൈവഭാഗ്യം എന്ന് പറയട്ടെ, അമ്മക്ക് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഇതായാലും നന്നായി. കല്യാണിനെ കുത്താൻ വന്നവരാണ് ഷാരി ആന്റിനെ കുത്തിയതല്ലേ? അതെ. എന്താണാവോ കല്യാണിക്ക് ഇത്ര ശത്രുക്കള്? ഇത്രയും നല്ലൊരു പെൺകുട്ടിക്ക് ഇത്രയും ശത്രുക്കൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആലോചിക്കേണ്ടത്. സരയു ആരോടും ഒരു ഉപദ്രവവും ചെയ്യാറില്ല, എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ അവർക്ക് ഈ പ്രശ്നം വരുമ്പോ വല്ലാത്തൊരു മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ മനോഹർ പറയുമ്പോ സരയു മനസ്സിൽ വെക്കണോ, പിന്നെ നല്ലൊരു പെൺകുട്ടി, നിനക്കൊക്കെ അവള് നല്ല പെൺകുട്ടിയായിരിക്കും, പരിശുദ്ധയായിരിക്കാം, ദേവതയായിരിക്കാം. പക്ഷെ എനിക്ക് അവൾ എങ്ങനെയല്ല, താടക. എടാ ആദ്യം ഞാൻ നിന്നെ കൊല്ലട്ടെടാ, അതിനുശേഷം നീ പറഞ്ഞ ദേവതേനെ ഞാൻ കൊല്ലൂടാ എന്നൊക്കെ സരയു മനസ്സിൽ വിചാരിക്കാട്ടോ. മനോഹർ ചോദിക്കണ്ടേ, എന്താ സരയു ആലോചിക്കണത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ഷാരി ആന്റിക്ക് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് മനോഹർ ചോദിക്കുമ്പോ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നോ, പക്ഷെ കിരണും കല്യാണിയൊക്കെ സംസാരിച്ച് ഇപ്പൊ അമ്മക്ക് ദേഷ്യമൊന്നുമില്ല. അന്ന് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാൻ സരയു എന്ന് മനോഹർ പറയണം. അങ്ങനെ മനോഹരനെ കൂട്ടിക്കൊണ്ട് ആദ്യം സരയു പോണത് ഷാരിയുടെ അടുത്തേക്കാട്ടോ. ഷാരി മനോഹരനെ കാണുമ്പോ ആകെ ഞെട്ടി നിൽക്കാണ്. മനോഹർ എന്ന് പറയുമ്പോ ആന്റിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് അറിയാം, പക്ഷെ ഞാനിപ്പോ പഴയ മനോഹരയല്ലേ ആന്റി. എനിക്കിപ്പോ കൺമണി മോളെ കാണണം, സ്നേഹിക്കണം, കൺമണി മോളുടെ കൂടെ കുറച്ചു നാൾ നിൽക്കണം. അതിനുശേഷം എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ ആവണ്ടായ സാഹചര്യം ആന്റിക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. മനോഹരുടെ പേർക്ക് ഒരു ദേഷ്യമില്ല, എന്റെ മോളെ പോലെ തന്നെയാ എനിക്ക്. പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ദേഷ്യമൊന്നുമില്ല എന്ന് പറയണം. നിങ്ങള് ജയിലിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് എന്ന് ഷാരി ചോദിക്കുമ്പോഴേക്ക് സരിയെ പറയണ്ട. അതെ, ആദ്യം അമ്മേനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ആദ്യം മനുവേട്ടൻ വീട്ടിൽ വന്ന സമയത്ത് അമ്മേനെയാണല്ലോ സ്വന്തം അമ്മയായിട്ട് കണ്ടത്. അത് ശരിയാണ്. അതിനുശേഷം ഇനിയിപ്പോ വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി, ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് മനോഹർ ചോദിക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വേദനയൊക്കെ ഏറെക്കുറെ മാറി വരുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ പോയാൽ മതിയെന്നേ ഉള്ളൂ. എന്നാലും ആരാണ് ആന്റിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്തത്? കല്യാണിനെ കുത്താമെന്ന കുത്താണ് ആന്റിക്ക് കൊണ്ടേന്നറിയാം, പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കിരണും അതുപോലെ തന്നെ രതീഷും വേലും ഇന്ന് തന്നെ അയാളെ പൊക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കേട്ട് സരയു ആകെ നെട്ടുവാണ്. എന്ന് മനുവേട്ടനോട് ആര് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ അവനെ പൊക്കോന്ന്? അങ്ങനെ പറഞ്ഞൊന്നുമില്ല. കിരണിന്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണല്ലോ, ഒരാളെ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണ്ടുപിടിച്ച് അയാൾക്കുള്ള ശിക്ഷ കൊടുക്കുമല്ലോ. പിന്നെ അയാളുടെ തലയോട്ടി മാത്രമേ കാട്ടിൽ നിന്ന് കിട്ടാറുള്ളൂ എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും സരയു വേഗം ഷാരിനെ നോക്കാണ്. ഷാരി പറയണ്ടത്, നിങ്ങൾ സംസാരിച്ചിരുന്ന സമയം കളയണ്ട, താഴെ അടുത്തേക്ക് പോയിക്കോ, അത് കഴിഞ്ഞിട്ട് കൺമണി മോളെയൊക്കെ കാണാനുള്ളതല്ലേ. ശരി ആന്റി, എന്നാ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാട്ടോ. നേരെ പോണത് താരയുടെ വീട്ടിലേക്കാണ്. അപ്പൊ സരയുനോട് ചോദിക്കേണ്ടത്, താരാന്റി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ പറഞ്ഞില്ല അമ്മ ഇപ്പൊ അമ്പലവും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഏത് നേരം അമ്പലത്തിൽ പോക്ക് തന്നെയാണ്, ഇപ്പൊ അമ്മ ഇവിടെയൊന്നും ഇല്ലെന്ന് പറയാണ്. എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവുമല്ലേ? അമ്മക്ക് മനുവായിട്ടുള്ള ദേഷ്യം എന്തോ മാറിയിട്ടില്ല എന്ന് പറയാണ്. അത് പെട്ടെന്ന് മാറില്ലല്ലോ, സരയുവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ സരയുവിന് ഇപ്പൊ ഇങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചാൽ കിരണും കല്യാണി ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് അങ്ങനെ തന്നെയോ മനുവേട്ട. അവരെന്നോട് എപ്പോഴും മനുവേട്ടനെ കുറിച്ച് തന്നെ പറയാനേ സമയമുള്ളൂ, പ്രത്യേകിച്ച് കല്യാണിക്ക്. മനുവേട്ടൻ നല്ലവനാണെന്ന്, മനുവേട്ടൻ പരോളിൽ ഇറങ്ങുമ്പോൾ സ്നേഹത്തോടെ പെരുമാറുന്നതൊക്കെ കല്യാണി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണോ? കല്യാണി പറഞ്ഞ കാരണം കൊണ്ടാണോ സരയു ഇപ്പൊ എന്നെ സ്നേഹിക്കണത്? അയ്യോ, അതുകൊണ്ടൊന്നല്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു സമയത്ത് ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് പെട്ടെന്നൊന്നും സ്നേഹം ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ മനുവേട്ട. ശരി, എന്നാൽ അകത്തേക്ക് കയറിയത് കൊണ്ട് അകത്തേക്ക് വിളിക്കാണ്. ശേഷം മനുവിന് ഭക്ഷണവും ജ്യൂസും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് മനുവിന് ആ ഒരു അസ്വസ്ഥത വരുന്നത്. പെട്ടെന്ന് തൊണ്ടയിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടലും തൊണ്ടയിൽ വല്ലാത്തൊരു ഒരു ചവർപ്പും ഒരു വേദനയൊക്കെ അനുഭവപ്പെടാണ് മനോഹർ പറയുന്നുണ്ട്, സരയു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, തൊണ്ടൊക്കെ കത്തൊക്കെ ഒരു ചൊറിച്ചില് പോലെ, എന്തോ വല്ലാത്തൊരു വീർപ്പ് മുട്ടല് പോലെ എന്നൊക്കെ പറയുമ്പോ സരയു പറഞ്ഞ, അതേടാ വിയർപ്പ് മുട്ടും, ഇനി നീ മരിക്കാൻ വേണ്ടി പോകുവാടാ എന്ന് പറയാണ്. ഇത് കേട്ട് മനോഹർ ആകെ എന്തൊക്കെയാ സരയു നീ പറയണത്?
അങ്ങനെ മനോഹർ ഇങ്ങനെ പറഞ്ഞു, എന്താ എന്താ സരു നീ എന്താ ചെയ്തത്? അപ്പോ നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണല്ലോ, പിന്നെ ദേഷ്യം എന്നോട് പ്രണയമാണെന്ന് നീ വിചാരിച്ചോടാ. നിനക്ക് ഭക്ഷണം വിളമ്പി തന്നില്ലേ, ആ ഭക്ഷണത്തിൽ വിഷം ഉണ്ടടാ. ആദ്യം കല്യാണി, അതിനുശേഷം നിന്നെ കൊല്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, കല്യാണിക്ക് ആയുസ് 2-3 ദിവസം കൂടി കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. ആദ്യ മരണത്തിലേക്ക് ഓടിയെത്തിയത് നീയാണ്. അത് പരോളിന് ഇറങ്ങിയിട്ട് നീ എന്റെ അടുത്ത് മരണം ഇറന്ന് വാങ്ങാൻ വേണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. സരു, നീ എന്തിനാ സരു ഇങ്ങനത്തെ ഒരു ദ്രോഹം എന്നോട് ചെയ്തത്? ഞാൻ ആരുടെ ഒരു തെറ്റും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്റെ മോളെ കാണാൻ വേണ്ടി മാത്രമാണ് പരോളിൽ ഇറങ്ങിയത്. എന്തിനാ സരു നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോ, അതേടാ ഞാനിങ്ങനെ ചെയ്യും. നീ കാണുമോ എന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടത്, നീയും കല്യാണിയാ എല്ലാത്തിനും കാരണം. ഇനി അടുത്ത് ഞാൻ കല്യാണിനെ കൊല്ലണോ, എന്നിട്ട് കിരണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറി പോകും? ഇല്ല സരു, ഒരിക്കലും നിനക്ക് അതിനെ സാധിക്കില്ല. നീ കിരണിന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറണ മുമ്പ് നിന്നെ ഞാൻ വക വരുത്തും എന്ന് പറഞ്ഞിട്ട് സരുവിന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് മനോഹർ. ആ സമയത്ത് സരു മനോഹറിനെ തള്ളിയിടാട്ടെ സോഫയിലേക്ക്. മനോഹർ സോഫയിലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. മനോഹർ പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ, എന്നാ എന്നെ കൊല്ലടാ എന്ന് പറയുമ്പോഴേക്കും മനോഹർ വീണ്ടും എഴുന്നേറ്റ് വന്ന് സരുവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മനോഹർ അപ്പോഴേക്കും അവിടെ കുഴഞ്ഞു വീണ് ഇങ്ങനെ കിടക്കുവാണ്. സരു പറയുന്നുണ്ട്, നീ ഇവിടെ കിടന്നോടാ, നീ ഇവിടെ കിടന്ന് ഇല്ലാതാവ്. നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് വാർത്തകളും പത്രത്തിൽ ന്യൂസുകളും കിരണും കരുണയൊക്കെ അറിയും. അപ്പൊ നീ എങ്ങനെ എവിടെയെങ്കിലൊക്കെ ആരും തല്ലിക്കൊന്ന് അവര് വിചാരിക്കുള്ളൂ. ഞാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. ഞാൻ പറയും നീ പുറത്തേക്ക് ഇറങ്ങിയതാണ്, അതിനുശേഷം കണ്ടില്ലെന്ന്. നിനക്കുള്ള കുഴിയെ ഞാൻ പിന്നാമ്പുറത്തെടുത്തോളാം, എന്നിട്ട് ഞാൻ അവിടെ തന്നെ കുഴിച്ചിട്ടോളാം. എന്താടാ മതിയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് സരു വാതിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സേവിയർ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് കിരണും രതീഷും വേലും രാത്രി തന്നെ ഈ പയസ് ഏകദേശം നിൽക്കുന്ന ഒരു ഭാഗം അവർക്ക് കാണാൻ കിട്ടി കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെ അന്വേഷിച്ചു പോവാണ്, പയസിനെ അന്വേഷിച്ചു പോവാണ്. പയസിന് വലിയ ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ തന്നെ കിരണിന്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കുക കേട്ടോ. കിരണും വേലും രതീഷും അപ്പൊ തന്നെ അയാളെ ഒരുപാട് അടി അടിക്കുന്നുണ്ട്. എന്തിനാടാ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ആദ്യം ഒന്നും പയസ് സരുവിന് ഒറ്റ കൊടുക്കുന്നില്ല കേട്ടോ. പയസ് പറഞ്ഞത്, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തത് വിക്രത്തിനുള്ള ദേഷ്യം, വിക്രത്തിനെ കൊന്ന ദേഷ്യം തീർക്കാനായിട്ടാണ് എന്നൊക്കെയാണ് പറയണത്. പയസിനെ അപ്പൊ തൂക്കി പിടിച്ച് കേട്ടിട്ട് നേരെ കൊണ്ടുവന്ന് കാട്ടിലേക്കാണ് കൊണ്ടുവന്നത്. പയസ് പറഞ്ഞു, അതിന് ഞാൻ നിങ്ങളുടെ ഭാര്യനെ കൊന്നൊന്നും ഇല്ലല്ലോ, കുത്ത് കിട്ടിയത് നിങ്ങളുടെ ആന്റിക്കല്ലേ, അവരാണെങ്കിൽ മരിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കണത് എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറഞ്ഞടാ നിന്നെ കൊല്ലും, അതിനെ കാണുന്ന നീ ഇപ്പോഴും നോണ പറയണ്ട, നീ ആർക്കോ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കണത്. അപ്പൊ കിരൺ പറഞ്ഞിട്ട് രതീഷ് എന്തൊക്കെയാ ഉദ്ദേശിക്കണത്? രതീഷ് ചോദിക്കണ സരയുവിനെ ആയിരിക്കും അല്ലേ? സരയൊന്നും ആയിരിക്കില്ല ഇവന് കൊട്ടേഷൻ കൊടുത്തത്. രതീഷ് വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, സരയു ആകെ മാറി രതീഷ് എന്നൊക്കെ പറയാണ്. സാറേ ശരി, എന്തായാലും ഇവ മരിക്കാൻ പോണല്ലോ, 2 ക്വസ്റ്റ്യൻ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് രതീഷ് വീണ്ടും വിളിച്ചു ചോദിക്കണം, സത്യം പറ ആരാടാ നിനക്ക് പൈസ എന്നിട്ട് നിന്നെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞത്, ആരാടാ സത്യം പറയടാ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടിട്ട് നമ്മുടെ പൈസ അവസാനം സത്യം പറയണം, അതെ നിങ്ങൾ സംശയിച്ച പോലെ തന്നെ സരയു തന്നെയാണ് പണം തന്നെ എന്നെ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് വിട്ടത് എന്ന് കിരണിനോട് പറയാണ്. ഇത് കേട്ടിട്ട് കിരൺ ആകെ ഷോക്കായി പോട്ടെ, കാരണം സരുവിന്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരിക്കലും കിരണും വിചാരിച്ചില്ല. അപ്പൊ അങ്ങനെ കിരൺ ശരിക്കും യഥാർത്ഥ സത്യം അറിയാവുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.